സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നോയമ്പുകാല ധ്യാനത്തിലൂടെ കടന്നു പോകുന്നു. നമുക്കറിയാം, ധ്യാനം എന്നത്, ആത്മീയത എന്നത് ഒരു മലകയറ്റം, ഒരു പടികയറ്റം പോലെയാണ്. ഞാൻ ദൈവത്തിലേക്ക് കയറുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു വചനം 1 യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 4 മുതൽ വചനം. എന്തെന്നാൽ ദൈവത്തിൽ ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? എന്താണ് ലോകം? നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു ടോക്കിൽ നമ്മൾ ധ്യാനിച്ചതാണ്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. അപ്പോൾ ലോകത്തെയോ ലോകത്തിലുള്ളവകളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ഇപ്പോൾ പറയുകയാണ്, നമ്മൾ ലോകത്തിലാണ്. ഈശോ പ്രാർത്ഥിച്ചതുപോലെ, പിതാവെ ലോകത്തിൽ നിന്നവരെ അങ്ങ് എടുക്കണമേ എന്നല്ല, ദുഷ്ടനിൽ നിന്നവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ലോകത്തിൽ ജീവിക്കുമ്പോൾ, നമ്മൾ അനുദിന ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ വ്യഗ്രതയിൽ, ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ, ലോകത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വചനം പറയുന്നു, എന്തെന്നാൽ ദൈവത്തിൽ ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്ത് ജയിക്കുന്നത്? അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക, ഈ യേശുവിനെ സ്വീകരിക്കുക. വീണ്ടും വചനം പറയുന്നുണ്ട്, ഇതാ ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചുള്ള നൽകിയ സാക്ഷ്യം വിശ്വസിക്കായ കൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കുന്നു. ഇതാണ് ആ സാക്ഷ്യം, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം എന്താണ്? ഈ പുത്രൻ്റെ ജീവിതം, ഈ പുത്രൻ്റെ ജീവൻ നമ്മൾ സ്വീകരിക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസം വഴി കൃപയാലാണ് രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. ഈ വചനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്. വിശ്വാസം വഴി എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കേണ്ട യാഥാർത്ഥ്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കേണ്ട കാര്യം, നമ്മളുടെ വിശ്വസിക്കുന്നു, ഞാൻ യേശു എൻ്റെ രോഗം സുഖപ്പെടുത്തുമെന്ന്, യേശു എൻ്റെ കടബാധ്യത മാറ്റുമെന്ന്, യേശു പ്രിയപ്പെട്ടവരെ എൻ്റെ പഠനം നല്ല രീതിയിൽ നടത്തുമെന്ന്, ഞാൻ വിദേശത്തേക്ക് പോകുവാൻ യേശു അനുഗ്രഹിക്കുമെന്ന്. ഇതല്ല ഞാൻ വിശ്വസിക്കേണ്ടത്. ഞാൻ വിശ്വസിക്കേണ്ടത്, ഇതാ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു. ആ യേശു എനിക്ക് വേണ്ടി മരിച്ചു, കുരിശിൽ മരിച്ചു, ഉദ്ധാനം ചെയ്തു. ഇതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. ഇത് ഞാൻ വിശ്വസിച്ചേറ്റു പറയുമ്പോൾ ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ യേശുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വരും. ലോകത്തെ ജയിക്കുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ തനിക്ക് വിശ്വാസത്തിൻ്റെ പ്രലോഭനം ഉണ്ടായപ്പോൾ അദ്ദേഹം വിശ്വാസ പ്രമാണം എഴുതി അദ്ദേഹം ലോഹയുടെ അകത്തെ പോക്കറ്റിലിട്ട് എപ്പോഴും അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ പ്രലോഭനത്തെ ജയിച്ചിരുന്നു എന്ന ഒരു സംഭവം വിൻസെൻ്റ് പോളിൻ്റെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഈ വിശ്വാസ പ്രമാണം എഴുതി വിശുദ്ധ വിൻസെൻ്റ് പോൾ തൻ്റെ ലോഹയുടെ ഉള്ളിൽ പോക്കറ്റിൽ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വച്ചു. വിശ്വാസത്തിനെതിരായ പ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ചരിത്രത്തിൽ സുന്ദരമായ ഒരനുഭവം നമ്മൾ വായിക്കുന്നതാണ്. ഇതൊരു ദിവസം, ഒരു സെപ്റ്റംബർ 27 വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഞാനിത് പറയാനിട വന്നു. ഒരു അമ്മ, ഈ അമ്മ എന്നോട് പറഞ്ഞൊരു സംഭവം ഇതാണ്. ഇവരുടെ
ഇവരുടെ മകൻ ജോലിക്ക് പോകും. ഒരുപാട് കൂട്ടുകെട്ടുകളാണ്. പള്ളിയിൽ വരില്ല, പ്രാർത്ഥിക്കില്ല, കൂട്ടുകെട്ടുകളാണ്. ഡെയിലി മദ്യപിക്കും. അപ്പനും അമ്മയും പ്രാർത്ഥിച്ച് മടുത്തു. ഈ അമ്മ പറഞ്ഞൊരു സംഭവമാണ്. ഒരു സാധാരണ ഒരു സ്ത്രീ എങ്ങനെ ജീവിതത്തിൽ, ഈ അമ്മ പറഞ്ഞ കാര്യം, ഇവൻ പാൻറ്റ് ഷർട്ടൊക്കെ ഊരിയിടും. ഈ അമ്മ പറഞ്ഞൊരു കാര്യം ഇതാണ്. ഇവൻ പേഴ്സ് കൊണ്ടുവന്നിട്ടു. അപ്പോൾ ഈ അമ്മ ഇളയ മകനെ കൊണ്ട് വിശ്വാസപ്രമാണം ചെറുതായിട്ടൊരു പേപ്പറിൽ എഴുതിച്ചു. അത് മടക്കി ചുരുട്ടി ഈ മകൻ്റെ പേഴ്സിൻ്റെ ഏറ്റവും അടിയിലെ ആ കവറിൽ, അടിയിലത്തെ പോക്കറ്റിൽ ഭാഗത്ത് അത് വച്ചു. ഈ അമ്മ ചെയ്യുന്നൊരു കാര്യവിധ, ഈ മകൻ പോകുമ്പോഴെല്ലാം ഈ വിശ്വാസ പ്രമാണം ചൊല്ലും. ഈ അമ്മ പറയുകയാണ്, ഞാനങ്ങനെ ചെയ്യാൻ തുടങ്ങി. 9ാമത്തെ ദിവസം അവൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടു. അവൻ പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. അവൻ ധ്യാനിക്കാൻ വരാമെന്നേറ്റു. അങ്ങനെയാണ് അച്ഛാ കൂട്ടിക്കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, ഓർക്കേണ്ട ഒരു കാര്യം, എന്താണ് വിശ്വാസ പ്രമാണം? നമ്മൾ ഓർക്കുക, വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ യേശുവിനെ പിതാവ് എനിക്ക് നൽകിയെന്നും ആ യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ ഞാൻ സ്വീകരിക്കുന്നു, ആ യേശു എനിക്ക് വേണ്ടി മരിച്ചു, ഇത് ഞാൻ ഏറ്റുപറയുകയാണ്. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം, മർക്കോസ് 10 നമ്മൾ കാണും, യേശുവും ശിഷ്യന്മാരും ജെറീക്കോയിലെത്തുമ്പോൾ ജെറീക്കോയിലൂടെ അവർ കടന്നു പോകുമ്പോൾ ജെറീക്കോയിൽ ഒരു മനുഷ്യനിരിപ്പുണ്ട്. അവൻ്റെ പേര് ബർത്തിമ്യൂസ് എന്ന്. നമുക്ക് വളരെ പരിചിതമാണ് ബർത്തിമ്യൂസിനെ കുറിച്ച് 3 കാര്യങ്ങൾ വചനം പറയുന്നുണ്ട്. ഒന്ന്, അവൻ അന്ധനാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, അവൻ, പ്രിയപ്പെട്ടവരെ, ഒരു ഭിക്ഷക്കാരനാണ്. മൂന്നാമത്തെ കാര്യം ഇതാണ്, അവൻ്റെ പ്രത്യേകത, അവൻ വഴിയരികിലാണ്. അവൻ ഭവനത്തിലല്ല, അവൻ വഴിയരികിലാണ്. അവൻ അന്ധനാണ്. അന്ധൻ്റെ പ്രത്യേകത എന്താ? അന്ധൻ്റെ പ്രത്യേകത ഇതാണ്, അവൻ്റെ മുമ്പിൽ മുഴുവനും ഇരുട്ടാണ്. ദാറ്റ് ഈസ് നോട്ട് എ ഫിസിക്കൽ ഇൽനെസ്. അതൊരു ശാരീരിക വൈകല്യമായിട്ട് നമ്മൾ മാത്രം ഒതുക്കരുത്. അന്ധൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അന്ധത എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന നന്മകൾ. എന്തോരം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല ദൈവാനുഗ്രഹങ്ങൾ. ഇതാണ് നമ്മുടെ ഉള്ളിലെ അന്ധത. നമ്മൾ എത്രത്തോളം ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്, ദൈവം നമുക്ക് എന്തെല്ലാം നൽകിയിരിക്കുന്നു, നമ്മൾ കാണുന്നില്ല, നമ്മൾ കാണാതെ പോകുന്നു. ദൈവം നമുക്ക് എന്തെല്ലാം നൽകിയിരിക്കുന്നു, എന്തെല്ലാം നന്മകൾ നൽകിയിരിക്കുന്നു. നമ്മൾ ഓർക്കുക, നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ, നമുക്ക് നല്ലൊരു വീടുള്ളപ്പോൾ, നമുക്ക് നല്ലൊരു കുടുംബം ഉള്ളപ്പോൾ, ഒരു ഭാര്യയുള്ളപ്പോൾ, ഒരു മക്കളുള്ളപ്പോൾ, ഇതിനൊക്കെ വേണ്ടി, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എത്രയോ പേർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നു. വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ ചെറുപ്പക്കാരെ നമ്മൾ കാണുന്നു. ഒരു വീടിന് വേണ്ടി 10ഉം 15ഉം വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ അത് തിരിച്ചറിയുന്നില്ല. നമ്മളൊരു അന്ധതയുണ്ട്. നമ്മൾ എത്രത്തോളം വിലയുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ എത്രത്തോളം വിലയുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ നമ്മിൽ ഒരു അന്ധത ഉണ്ട്. അപ്പോൾ ബർത്തിമ്യൂസ് എന്നത് നമ്മുടെ ഉള്ളിലെ ഒരു ക്യാരക്ടറാണ്. ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്, ഞാൻ ദൈവത്തിൻ്റെതാണ്. ഈ തിരിച്ചറിവ് നമുക്കില്ല. ദൈവം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാൻ കാണുന്നില്ല. ഇതാണ് നമ്മുടെ ഉള്ളിലെ അന്ധത. നമ്മുടെ ഉള്ളിൽ ഇരുട്ടിതാണ്. അവിടെ അന്ധതയായിരുന്നു, ഇരുട്ടായിരുന്നു. ഇരുട്ട്, സുവിശേഷത്തിൽ ഇരുട്ട് എവിടെയെല്ലാം ഉണ്ടോ അല്ലേ, അത് നല്ല പ്രതീകമല്ല. നിക്കോദേമോസ് രാത്രിയിൽ യേശുവിനെ സമീപിച്ചു. ആ രാത്രിയിൽ യേശുവിനെ സമീപിക്കുമ്പോൾ യേശു പറയുന്നുണ്ട് അവനോട്, നീ വീണ്ടും ജനിക്കണം. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ആ രാത്രി. അല്ലെങ്കിൽ യൂദാസ് പുറത്തേക്ക് പോയി, അത് രാത്രിയായിരുന്നു. പത്രോസ്, വചനം പറയുന്നു, ആ രാത്രിയിൽ അവനൊന്നും കിട്ടിയില്ല. കണ്ടോ, ഇതെല്ലാം ഇരുട്ടാണ്. ആ രാത്രിയിൽ ഒന്നും കിട്ടിയില്ല. യൂദാസ് പുറത്തേക്ക് പോയി, അത് രാത്രിയായിരുന്നു. കണ്ടോ, ഈ രാത്രിയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ അന്ധത. രണ്ടാമത്തെ കാര്യം എന്താ? അവൻ യാചകനാണ് അല്ലേ? അവൻ യാചകനാണ്. യാചകൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താ?
ഒരു യാചകൻ്റെ സന്തോഷം എന്താ? അവൻ ഭിക്ഷ എടുക്കുന്നു, അവൻ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടാണ് ജീവിക്കുന്നത്. അതാണ് യാചന, അതാണ് ഭിക്ഷ എടുക്കുന്നു. അതാണ് ഓർക്കേണ്ട കാര്യം. ഇതാണ് നമ്മൾ ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുന്നു അല്ല, ദൈവത്തെ കൊണ്ട് ജീവിക്കുന്നവരാവുക. യാചകൻ്റെ സന്തോഷം എന്താ? എന്തെങ്കിലും നൽകിയാൽ അവന് സന്തോഷം, ഒന്നും കൊടുത്തില്ലെങ്കിൽ അവന് ദുഃഖം. അവൻ്റെ സന്തോഷം മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മളിൽ തന്നെ ഒരു സന്തോഷമില്ല. അനേകം പേരുടെ പ്രശ്നമാണത്, അല്ലേ? നമ്മളുടെ സന്തോഷം മറ്റൊരാളുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. മറ്റൊരാളുടെ മനോഭാവം, ഞാനിന്ന് ഓഫീസിൽ പോയപ്പോൾ നല്ല സാരി ഉടുത്തു, മറ്റുള്ളവർ നല്ലത് പറയുമെന്ന് ഓർത്താണ് ഉടുത്തത്, നല്ലത് പറഞ്ഞില്ല, എനിക്ക് സങ്കടമായി. മറ്റുള്ളവരുടെ അഭിപ്രായം, മറ്റുള്ളവർ പറയുന്നു. നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, ഇതിൻ്റെ കാരണക്കാർ മറ്റുള്ളവരായിട്ട് മാറുന്നു. നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ഭിക്ഷക്കാരൻ, ഒരു യാചകൻ ഉണ്ട്. നമ്മൾ മറ്റുള്ളവർ പറയുന്നതാണ്, നമുക്കുള്ളിൽ ഞാൻ ദൈവ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെതാണ്, ഈ ഒരു സന്തോഷമില്ല. അപ്പോൾ ഇതാണ് നമ്മളിൽ വരുന്നത്. ഇതാണ് അടുത്തത്. നമുക്കറിയാം, അവൻ വഴിയരികിലാണ്. വഴിയരികിൽ നമ്മൾ പോകാറുണ്ട്, ഒരുപാട് പേര് കൂടുന്ന ഇടങ്ങൾ, പക്ഷേ അവിടെ ബന്ധങ്ങളില്ല, ഒറ്റയാണ്. വഴിയിൽ എത്ര പേരുണ്ടെങ്കിലും അവിടെ ബന്ധങ്ങളില്ല. അവിടെ എന്തുവാകാം, എന്തും നമ്മളെ സ്വാധീനിക്കാം. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ഒരു മരം നിൽക്കുന്നു. ആ മരത്തെ കൊണ്ടൊന്നും ഒരു പാർട്ടിക്കാരും നോട്ടീസ് ഒട്ടിക്കുകയൊന്നുമില്ല. എന്നാൽ വഴിയരികിലൊരു മരം നിൽക്കുന്നു, എല്ലാ പാർട്ടിക്കാരും ആദ്യം കൊണ്ട് നിന്ന പാർട്ടി, അതിൻ്റെ പുറകെ മറ്റൊരാൾ, വേറൊരാൾ, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് വെച്ചാൽ അത് അല്ല, ഇത് എൻ്റെ കോമ്പൗണ്ടിൽ എൻ്റേതാണ്. അപ്പോൾ ഈ വഴിയരികെ അത്ര നല്ലതല്ല പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ബർത്തിമ്യൂസ് അങ്ങനെയായിരുന്നു. ഈ ബർത്തിമ്യൂസ് എന്താ ചെയ്തത്? യേശു പോകുന്നു എന്ന് കേട്ടു. ആരാ പോകുന്നത്? അവൻ്റെ ചോദ്യം ഇതാണ്, ആര് പോകുന്നു? അവരുടനെ പറഞ്ഞു, നസ്രായനായ യേശു പോകുന്നു. നസ്രായനായ യേശു പോകുന്നുവെന്ന് കേട്ടുടനെ ഈ കണ്ണില്ലാത്തവൻ, ഈ അന്ധൻ വിളിച്ചൊരു വിളിയുണ്ട്, ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കനിയണേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചങ്കിൽ നിന്ന് വരേണ്ട ഒരു വിളിയതാ. നസ്രായനായ യേശു എന്ന് വെച്ചാൽ ആരാ? നസ്രായനായ യേശു എന്ന് വെച്ചാൽ നമുക്കറിയാം, 2025 ജൂബിലിയാണ്. 2025 ജൂബിലിയാണ്, ക്രിസ്തു വർഷം. 2025 കലണ്ടർ, 2025 വർഷത്തെ കലണ്ടർ പിന്നോട്ട് മറിച്ചാൽ, 2025 വർഷം പിന്നോട്ട് നമ്മൾ പഠിച്ചാൽ, 2025 വർഷത്തെ പിന്നിലുള്ള ചരിത്രം നമ്മൾ പഠിച്ചാൽ, അവിടെ ക്രിസ്തു ഇന്ന സ്ഥലത്ത് നസ്രത്തിൽ ജനിച്ച ക്രിസ്തുവുണ്ട്. അത് വിശ്വസിക്കേണ്ടതാണ് എല്ലാവരും. കാരണം ദാറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ക്രൈസ്റ്റ്, ചരിത്ര പുരുഷനായ ക്രിസ്തു. അതെല്ലാവരും വിശ്വസിക്കണം. 2025 വർഷം പിന്നോട്ട് പോയാൽ ക്രിസ്തുവുണ്ട്, അതെല്ലാവരും വിശ്വസിക്കണം. അതാണ് നസ്രായനായ യേശു. അതെല്ലാവരും, ഞാനും വിശ്വസിക്കണം, നിങ്ങളും വിശ്വസിക്കണം. എന്നാൽ ഇവൻ വിളിച്ചത് എന്താ? ദാവീദിൻ്റെ പുത്ര എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദാവീദിൽ നിന്ന് രക്ഷ മുളയെടുക്കും. ദാവീദിൽ നിന്ന് രക്ഷ മുളയെടുക്കും. ഇവൻ യേശുവിനെ കാണുന്നത് ആരായിട്ടാ? ഇവൻ യേശുവിൽ കാണുന്നത് ഈ യേശുവാണ് എൻ്റെ ഏക രക്ഷകൻ. പ്രിയപ്പെട്ടവരെ, നോയമ്പ് കാലഘട്ടം ഇതാണ് ഞാൻ പ്രഖ്യാപിക്കേണ്ടത്. യേശു എൻ്റെ ഏക രക്ഷകനാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തു. യേശു ഈ ഭൂമിയിലേക്ക് എനിക്ക് വേണ്ടി വന്നു. ഇതാണ്, ഈ യേശുവിനെ സ്വീകരിച്ച് ഞാൻ പുതിയതായിട്ട് മാറണം, അല്ലേ? 3-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചു. നിക്കേദേമോസ് പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണാൻ വേണ്ടി വരുന്നു. രാത്രിയിൽ അവൻ വരുമ്പോൾ നമ്മൾ കാണുന്ന വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്. നിക്കേദേമോസ് രാത്രിയിൽ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളത് പിന്നീട് ധ്യാനിക്കും. യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിക്കേദേമോസേ, നീ വീണ്ടും ജനിക്കണം. അല്ലേ? നമ്മളെല്ലാവരും ഒന്ന് ജനിച്ചിട്ടുണ്ട്, അല്ലേ? ഞാൻ ജനിച്ചു, നിങ്ങൾ ജനിച്ചു, നമുക്കൊരപ്പനുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ നിക്കേദേമോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് ചോദ്യം. അപ്പോൾ പ്രായമായ മനുഷ്യന് എങ്ങനെ സാധിക്കും? ഈ ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഞാൻ ജനിച്ചു, നിങ്ങൾ ജനിച്ചു, എന്തുണ്ട്? എനിക്ക് ജന്മം നൽകാൻ there was a body, അല്ലേ?
എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ശരീരമുണ്ടായിരുന്നു. ആ ശരീരത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത്. ഇത് ശ്രവിക്കുന്ന ഓരോ വ്യക്തിയും ജനിച്ചത് നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ ശരീരത്തിൽ നിന്ന്. നിങ്ങളുടെ ജനനത്തിന് ഒരു ശരീരമുണ്ടായിരുന്നു. ഇപ്പോൾ പറയുകയാണ് വീണ്ടും ജനിക്കണം. ഇപ്പം നിക്കോദേമോസ് ചോദിച്ചൊരു ചോദ്യം, ഒരു യുക്തിഭദ്രമായ ചോദ്യം, ഇനി വീണ്ടും ജനിക്കാൻ പറ്റുമോ? പ്രായമായ മനുഷ്യന് എങ്ങനെ സാധിക്കും? അവിടെയാണ് ഉത്തരം. ഇതാ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക. യേശുക്രിസ്തു എന്താ തന്നത് നമുക്ക്? ഈ നോയമ്പ് കാലഘട്ടത്തിൽ യേശു തരുന്നത് എന്താ? യേശുവിൻ്റെ ശരീരം. നമ്മൾ അപ്പൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്ന് ജനിച്ചു. അതാണ് നമ്മൾ. കോപിക്കുന്ന, ദേഷ്യപ്പെടുന്ന, കുറ്റം പറയുന്ന, അലസതയുള്ള നമ്മുടെ പിന്നിൽ ഇങ്ങനൊരു ശരീരമുണ്ട്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അവരുടെ മാനസികതയിൽ നിന്ന്, അവരുടെ ഇതിൽ നിന്നാണ് ഞാൻ ജനിച്ചത്. ഞാൻ എൻ്റെ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് ജനിച്ചു. നമുക്ക് ഓരോരുത്തർക്കും ജനിക്കാൻ ഒരു ശരീരം ദൈവം ഒരുക്കി ഈ ഭൂമിയിൽ. എന്നാൽ ഇപ്പോൾ പറയുന്നു വീണ്ടും ജനിക്കണം. ഈ ശരീരത്തിൽ നിന്ന് ജനിച്ചത് ശരിയായില്ല, ഇനി വീണ്ടും ജനിക്കണം. അതിനൊരു ശരീരം വേണം. ആ ശരീരം ആര് തന്നു? ആ ശരീരം യേശു തന്നു. ആ ശരീരം യേശു തന്നു. കണ്ടോ? വേറെ ഏത് മതത്തിലുണ്ടിത്? വേറെ ഏത് മതത്തിൽ നമുക്ക് കാണാൻ പറ്റും? ഇതാണ് നമ്മൾ ചിലർ പറയും അല്ലേ, നിങ്ങൾ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നു, നിങ്ങൾ യേശുവിൻ്റെ രക്തം കുടിക്കുന്നു. ഇത് വേണം. വീണ്ടും ജനിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും, കണ്ടോ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. നമ്മൾ എത്തുന്ന കാര്യം കണ്ടോ? ദൈവത്തിൽ നിന്ന് ജനിച്ച യോഹന്നാൻ 3 നിക്കോദേമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. യോഹന്നാൻ 6 ഈശോ പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. കണ്ടോ, നിങ്ങൾ ജീവിക്കും. ഇപ്പോൾ 1 യോഹന്നാൻ എത്തുമ്പോൾ എന്ത് പറയുന്നു? യോഹന്നാൻ 1 എത്തുമ്പോൾ എന്ത് പറഞ്ഞു? ഇതാ യേശു വിശ്വസിക്കുന്നവൻ ലോകത്തെ കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ്? ആ വിശ്വാസം വചനം പറയുകയാണ്, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും, കണ്ടോ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴ്പ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മൾ നിക്കോദേമോസിനോട് പറഞ്ഞതിന് ഉത്തരം കിട്ടുകയാണ്. നീ വീണ്ടും ജനിക്കണം. എങ്ങനെ ജനിക്കും? എങ്ങനെ ജനിക്കും? ഇത് ചോദ്യമാണ്. ഈ ചോദ്യമായിട്ട് ഇങ്ങനെ നിക്കോദേമോസ് നിൽക്കുമ്പോൾ യോഹന്നാൻ 6 എത്തുമ്പോൾ ഈശോ പറയും, നീ ജനിക്കേണ്ടത്, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണം. കണ്ടോ, ശരീരം കിട്ടി. ഇനി എങ്ങനെ? നിക്കോദേമോസിൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. അവിടെ നിക്കോദേമോസ് ചോദിച്ചു പോയ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. നിക്കോദേമോസ് ചോദിച്ചു, ഇതെങ്ങനെ? ഇനി ജനിക്കേണ്ട ശരീരം വേണമല്ലോ, ഈ ശരീരം എവിടെ നിന്ന് കിട്ടും? അപ്പോൾ യോഹന്നാൻ 6 പറഞ്ഞു, ശരീരം ഇതാണ്. ശരീരം യേശുവിൻ്റെ, എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം. ശരീരം കിട്ടി. എന്നിട്ട് 1 യോഹന്നാൻ 5:4 പറയുന്നു, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ഇപ്പോൾ എങ്ങനെ മനസ്സിലാവുകയാണ്? ഇപ്പോൾ എനിക്ക് സുവിശേഷം തുറന്നു തരിക, എങ്ങനെ ലോകത്തെ ജയിക്കുക? ഇത് വേറൊരാൾക്ക് പറ്റില്ല. ഇത് ലോകത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവനെ പറ്റൂ. കാരണം യേശുവാണ് ശരീരം നൽകിയത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും ആ ജീവൻ സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ്. കണ്ടോ, യോഹന്നാൻ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ അത് മനസ്സിലാകും. പിന്നെ യേശു പറയുന്നത് മുഴുവൻ ഈ ശരീരം നൽകുന്നതിനെക്കുറിച്ചാണ്. എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം, എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല ഞാനിത് പറയുന്നത്. മറിച്ച് വിശ്വസിക്കുന്നവൻ ലോകത്തേക്ക് എന്താ വിശ്വസിക്കേണ്ടത്? യേശു ദൈവപുത്രനാണെന്ന്, എനിക്ക് വേണ്ടി മരിച്ചുവെന്ന്, ഈ അപ്പത്തിൽ യേശു സത്യത്തിലും യാഥാർത്ഥ്യത്തിലും സത്താപരമായും ജീവിക്കുന്നുവെന്ന്, ഇത് ഞാൻ ഭക്ഷിക്കുമ്പോൾ ഞാൻ യേശുവിൽ വീണ്ടും ജനിക്കുന്നുവെന്ന്. അതാണ് മാമോദീസയിലൂടെ സംഭവിക്കുന്നതാണ്. മാമോദിസ തൊട്ടിയിലെ വെള്ളത്തിൽ നമുക്കറിയാം, ഇപ്പോൾ വെള്ളം എടുത്ത് തലയിലൊഴിക്കുന്നു. ചിലർ വെള്ളത്തിൽ മുക്കുകയായിരുന്നു അല്ലേ, അവർ ജ്ഞാനസ്നാനം മുങ്ങി, അല്ലെങ്കിൽ അവർ മുങ്ങി എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ഈ മാമോസ് തൊട്ടി എന്താ? മാമോസ് തൊട്ടി കിടക്കുന്ന വെള്ളം, ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ജീസസ്. യേശുവിനെ പ്രതിനിധാനം ചെയ്യുക എന്ന് വെച്ചാൽ, അപ്പനും അമ്മയും ജന്മം കൊടുത്തൊരു കൊച്ചിനെ
സഭയുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ സഭ ആ കുട്ടിയെ എടുത്ത് യേശുവിൽ മുക്കുന്നു. നീ യേശുവിൽ ജനിച്ചു, നീ യേശുവിൽ ജനിച്ചു, നീ യേശുവിൽ ജനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതാണ് നമ്മൾ വെറുതെ അല്ലേ? വചനം പറയുകയാണ്, അവനോടുകൂടെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു, എനിക്കൊരു അങ്ങ് ആഗ്രഹിച്ച മാമോദിസ അങ്ങ് പൂർത്തിയാക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മാമോദിസ വഴിയാണ് ജന്മപാപവും കർമ്മപാപവും മാറി ഒരാൾ യേശുവിൽ ജനിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്നറിയാവോ? നമ്മൾ നന്ദി പറയണം നമ്മളുടെ ജ്ഞാനസ്നാനത്തെ ഓർത്ത്. ആ ജ്ഞാനസ്നാനം യേശുവിൽ ജനിച്ചതാണ്. ആ ജ്ഞാനസ്നാനമാണ് മറ്റു കൂദാശകളിലേക്ക്, കുർബാനയിലേക്ക്. അപ്പോൾ കുർബാന യേശു നമുക്ക് നൽകുകയാണ്. കുർബാന യേശു നൽകുന്നു. ഞാൻ ആ ശരീരം സ്വീകരിക്കുന്നു, എനിക്കൊരു ശരീരം കിട്ടുന്നു. ഞാൻ എൻ്റെ അപ്പൻ്റെ, എൻ്റെ അമ്മയുടെ ആ സ്വഭാവത്തിൽ നിന്ന് ഞാൻ എങ്ങോട്ട് വളരുന്നു? ഞാൻ യേശുവിലേക്ക് വളരുന്നു. ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്താൻ തുടങ്ങുന്നു. എൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അകന്ത, ഇതിനെ ഞാൻ അതിജീവിക്കാൻ തുടങ്ങുന്നത് എവിടെയാണ്? ഇതിനെ അതിജീവിച്ച ഒരാളേ ഉള്ളൂ, അതാണ് കുരിശുമരണം. യേശു അതിനെ അതിജീവിച്ചു. യേശുവിലായിരിക്കുന്നവൻ, യേശുവിൽ ജനിക്കുന്നവൻ ഇതാ അതിനെ ലോകത്തെ കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? ഞാൻ വിശ്വാസം സ്വീകരിച്ചു, അല്ലേ? എന്ത് പറയും? ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു, വിശ്വാസം സ്വീകരിച്ചു എന്നൊക്കെ പറയും ചിലർ. ജ്ഞാനസ്നാനം മുങ്ങിയെന്ന് വിശ്വാസം സ്വീകരിച്ചു എന്ന് പറയും, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അതാണ് യേശുവിനെ ധരിക്കുക, ക്രിസ്തുവിനെ ധരിക്കുക. നമ്മൾ ധരിക്കുക, ക്രിസ്തുവിൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റേതായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതാണ് നമ്മുടെ വിശ്വാസം വഴി നമ്മൾ വീണ്ടും ജനിക്കണം. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ നോയമ്പ് കാലഘട്ടത്തിലാണ്. നിങ്ങൾ കുർബാനയിലൊക്കെ നിൽക്കുമ്പോൾ ഒന്ന്, ദൈവമേ, അങ്ങ് മാമോദിസായിലൂടെ നൽകിയ പരിശുദ്ധി കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് മാപ്പാക്കണേ. ഈ വിശുദ്ധ കുർബാന ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ യേശുവേ, എൻ്റെ അപ്പനിലൂടെ, അമ്മയിലൂടെ, ഈ ലോകത്തിലൂടെ, എൻ്റെ തലമുറകളിലൂടെ എന്നിൽ വന്ന കുറവുകൾ മാറ്റി യേശുവിനുള്ളതെല്ലാം എനിക്കുള്ളതാക്കി, യേശുവിൻ്റെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അതെല്ലാം എൻ്റേതാക്കി മാറ്റണേ. ഇതാകണം നമ്മുടെ പ്രാർത്ഥന. കാരണം യേശുവിനുള്ളതെല്ലാം നമ്മുടേതാണ്. അതാണ് നമ്മൾ ഉടമ്പടി സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടത്. ഉടമ്പടി സ്നേഹത്തിൽ നമ്മൾ ധ്യാനിച്ചത് എന്താ? യേശുവിനുള്ളതെല്ലാം നമ്മുടേതാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ യേശുവിൻ്റെ ശരീരം, ഈ യേശുവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നുവോ അതെല്ലാം. അപ്പോൾ യേശു നമ്മളിൽ വന്നു. ഏതേശു? പിശാചിനെ തോൽപ്പിച്ച, പ്രലോഭകനെ പരാജയപ്പെടുത്തിയ, സാത്താനെ എതിർത്ത, മരണത്തെ തോൽപ്പിച്ച യേശു എൻ്റെ ചങ്കിൽ, ആ യേശു എന്നിൽ രൂപപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതിലേക്കാണ് നമ്മൾ വരേണ്ടത്, അതിലേക്കാണ് നമ്മൾ വളരേണ്ടത്. അതാണ് ദൈവ കൃപയെന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകുന്ന വചനം എന്തെന്നാൽ, ദൈവത്തിൽ ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം ഇതാണ്, നമ്മുടെ വിശ്വാസം. 1 യോഹന്നാൻ 5:4. ഈ വചനം നമ്മിൽ അഭിഷേകമായിട്ട് മാറട്ടെ, ഈ വചനം നമ്മിൽ ശക്തിയായിട്ട് മാറട്ടെ, ഈ വചനം നമ്മിൽ വിടുതലായിട്ട് മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാൽ ഈ ആരാധനയിൽ നമ്മൾ ഈ വിശ്വാസത്തിൽ വളരാൻ, ഈ വിശ്വാസവർദ്ധനവുണ്ടാകുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രത്യേകം നമുക്ക് അപേക്ഷിക്കാം. എല്ലാറ്റിലും മേല ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിട ഇണയില്ല നാമം. എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞി
അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ റോജാവേ, അങ്ങേക്ക് തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്ക് തുല്യനായി അങ്ങു മാത്രം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവവ്യാധിയും മാറ്റിയ നാമം, എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവവ്യാധിയും മാറ്റിയ നാമം, എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ റോജാവേ, അങ്ങേക്ക് തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്ക് തുല്യനായി അങ്ങു മാത്രം. ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ റോജാവേ, അങ്ങേക്ക് തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്ക് തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്ക് തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്ക് തുല്യനായി അങ്ങു മാത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൻ്റെ ഈ ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വചനം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു, ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു, ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു, ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
എഫേസോസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നു. എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? വിശ്വാസം വഴിയാണ് കൃപ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. വിശ്വാസം വഴിയാണ് കൃപ നമ്മിലേക്ക് വരുന്നത്. എന്താണ് വിശ്വസിക്കേണ്ടത്? ഞാൻ വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? ഇതാ, എനിക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു ജനിച്ചു, യേശു കുരിശിൽ മരിച്ചു, യേശു ഉദ്ധാനം ചെയ്തു. ഇതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. വിശ്വാസം വഴിയാണ് ഈ കൃപ നമ്മിലേക്ക് കടന്നു വരുന്നത്. യേശു ഏക ദൈവമാണെന്ന് ഏറ്റുപറയുക. വചനം പറയുന്നു, ആകാശത്തിന് കീഴിൽ, അപ്പോസ്തലപ്രവർത്തനം 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമം നൽകപ്പെട്ടു, യേശു. അതിനാൽ ഈ നാമത്തിൽ, ഈ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, യേശു എനിക്ക് വേണ്ടി, ദൈവപുത്രനായ യേശു എനിക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചു, യേശു എനിക്ക് വേണ്ടി പിഴകൾ സഹിച്ചു, യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, യേശു എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തു. ഇത് ഞാൻ വിശ്വസിച്ചേറ്റ് പറയുമ്പോഴാണ് ഈ വിശ്വാസം കൃപയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അത് കൃപ എന്നിലേക്ക്, ഈ വിശ്വാസം ഞാൻ ഏറ്റു പറയുമ്പോൾ കൃപ എന്നിലേക്ക്, പ്രിയപ്പെട്ടവരെ, ഒഴുകിയിറങ്ങും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശ്വാസം വഴി കൃപയാലാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കൃപ അത് നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല. എന്താണ് കൃപ? കൃപ മെറിറ്റ് കൊണ്ട് കിട്ടുന്നൊരു കാര്യമല്ല. അത് ദൈവത്തിൻ്റെ ബെനവലൻസ്, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ വലിയ മനസ്സ്, അതാണ്. പക്ഷെ അത് എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്, കൃപ ഓൾറെഡി വെളിപ്പെട്ടിട്ടുണ്ട്. കൃപ എൻ്റെ അടുത്തുണ്ട്. ഞാൻ വിശ്വസിച്ച് ആ കൃപയെ സ്വീകരിച്ച്, കാരണം വിശ്വാസം വഴി കൃപയാലാണ് രക്ഷപ്പെട്ടത്. അത് നമ്മൾ നേടിയെടുത്തതല്ല, ദാനമാണ്. എന്ന് വെച്ചാൽ എന്താണ് കൃപ? കൃപ, പ്രിയപ്പെട്ടവരെ, മുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്നതാണ്. അതിനാൽ നമ്മൾ ഓരോരുത്തരും ഈ വിശ്വാസം വഴി കൃപ സ്വീകരിക്കുക. ഒരു നിമിഷം നമുക്ക് 2 കരങ്ങളും പൂർണ്ണമായിട്ട് ഉയർത്താം. 2 കരങ്ങളും പൂർണ്ണമായിട്ട് ഉയർത്തുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്നു യേശു ഏക രക്ഷകനാണെന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു എങ്ങനെ വിശ്വാസത്തിനെതിരായ പ്രലോഭനത്തെ വിശുദ്ധന്മാർ അതിജീവിച്ചു. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ വിശ്വാസ പ്രമാണം എഴുതി, പ്രിയപ്പെട്ടവരെ, ശരീരത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് തിന്മയെ എതിർക്കുവാനുള്ള ശക്തിയായിട്ട് മാറി. അതിനാൽ നമുക്കറിയാം, സഭ വിശ്വാസ പ്രമാണം നമുക്ക് നൽകിയിട്ടുണ്ട്. വിശ്വാസ പ്രമാണം അത് ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് അതെനിക്ക് വേണ്ടി ദൈവമെടുത്ത രക്ഷാകര സംഭവങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. അതിലുള്ള വിശ്വാസം ഞാൻ ഏറ്റുപറയുന്നതാണ്. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി, ഇത് ആകാശത്തിന് കീഴിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമം, യേശുവെന്ന നാമം. എവിടെയെല്ലാം യേശുവെന്ന നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവിടെയെല്ലാം പിതാവ് ഒരുക്കിയ രക്ഷ, അവിടെയെല്ലാം പിതാവ് ഒരുക്കിയ അനുഗ്രഹം ഇറങ്ങുന്നുണ്ട്. അതിനാൽ ഒരു നിമിഷം നമുക്ക് 2 കരങ്ങൾ ഉയർത്തി കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ രക്ഷപ്പെടാനുള്ള വഴി ഇതാ, രക്ഷ പൂർണ്ണമായി കുരിശിലേശു രക്ഷ പൂർണ്ണമായി. ആ രക്ഷ എൻ്റെ അനുദിന ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുവാനുള്ള വഴി ഇതാണ്. ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റുപറയുക, യേശുവിനെ ഏക രക്ഷകനായിട്ട് ഏറ്റുപറയുക. ആരെല്ലാം യേശു ഏകരക്ഷകനായിട്ട് ഏറ്റുപറയുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ശ്രദ്ധ കടന്നു വരും. നമുക്ക് 2 കരങ്ങളും ഉയർത്തി അതിരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുനാമത്തിൻ്റെ ശക്തി നമ്മിൽ ഓരോരുത്തരിലും കടന്നു വരട്ടെ. യേശുനാമത്തിൻ്റെ വിടുതൽ നമ്മിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്ത യോഗ്യതയാൽ യേശുവെ എല്ലാ ബന്ധനങ്ങളും രോഗപീഠകളും കെട്ടുകളും അഴിയപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ യേശുവേ വലിയ സൗഖ്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഞങ്ങളിൽ നടക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, അതിരം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവിലുള്ള വിശ്വാസം ഈ നിമിഷം അനേക മക്കളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. അവിശ്വാസം, അന്ധവിശ്വാസം, തെറ്റായ ബോധ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവേ 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 യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും
യേശു ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു കടന്നു പോകുന്നുവെന്ന് കേട്ടപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് കടന്നു പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നസ്രായനായ യേശു കടന്നു പോകുന്നു. നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത് എന്ന് കേട്ടപ്പോൾ അവൻ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ. അടുത്ത വചനം, യേശു പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ നിന്നു. എല്ലാവരും അവനോട് പറഞ്ഞു, പോകുന്നത് നസ്രത്തുകാരൻ യേശുവാണ്. അവൻ വിളിച്ചു, ദാവീദിന്റെ പുത്ര. എന്ന് വച്ചാൽ ആ വചനം അവൻ്റെ തലയിൽ ആരോ കൊടുത്തു, ദാവീദിൽ നിന്ന് രക്ഷ മുളയെടുക്കും. അവൻ വിളിച്ചത് രക്ഷക എന്നാണ്. അവനൊരു കാര്യം അറിയാം, ദാവീദിൽ നിന്ന് രക്ഷ മുളയെടുക്കും. ഈ പോകുന്നത് അവനാണ്, യേശുവാണ്. അവൻ വിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ആ വിളി കേട്ടുടനെ അടുത്ത വചനം, യേശു പെട്ടെന്ന് നിന്നു. നസ്രായനായ യേശുവേ എന്ന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവിടെയൊന്നും നിൽക്കാത്ത യേശു ദാവീദിന്റെ പുത്രൻ എന്ന വിളിയിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ആ വിളി അവനെ പിടിച്ചു നിർത്തുന്നു. ആ വിളിയുടെ അർത്ഥം, യേശുവേ രക്ഷക എന്നാണ്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. യു ആർ മൈ സേവിയർ. യു ആർ മൈ സേവിയർ. ഈ ഒരൊറ്റ വിളിയിൽ യേശു നിന്നു. യേശു പെട്ടെന്ന് നിന്നു എന്ന് വചനം പറയുമ്പോൾ അവൻ്റെ വിളിക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഇത്രയും പേര് വിളിക്കുന്നത് പോലെ അല്ല അവൻ വിളിക്കുന്നത്. ഇത്രയും പേര് കാണുന്നത് പോലെ അല്ല അവൻ എന്നെ കാണുന്നത്. മറ്റുള്ളവരെല്ലാം എന്നെ കാണുന്നു നസ്രത്തുകാരനായ യേശുവായി. ഇവൻ എന്നെ കാണുന്നു രക്ഷകനായി. ഇവൻ എന്നെ കാണുന്നു ഏകരക്ഷകനായി. അവിടെ യേശു നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, നമ്മുടെ സങ്കടങ്ങളുടെ മുമ്പിൽ യേശു നിൽക്കാനുള്ള ഏക വഴി, യേശുവിനെ ഏകരക്ഷകനായി, എനിക്ക് വേണ്ടി ജനിച്ച്, എനിക്ക് വേണ്ടി പീഡ സഹിച്ച്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച്, എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത ഏകരക്ഷകനായി ഞാൻ ഏറ്റുപറയുമ്പോൾ ബർത്തിമേയുസിൻ്റെ മുമ്പിൽ നിന്ന കർത്താവ് നമ്മുടെ മുമ്പിൽ നിൽക്കും. ചോദ്യം അവൻ ആവർത്തിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ ഈ യേശു പ്രവർത്തിക്കാൻ പോകുന്നത് ഈ അന്ധൻ, ഈ ഭിക്ഷക്കാരൻ പറയുന്നത് പോലെയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇതാ അവൻ പറയുന്നത് ചെയ്യാൻ പാകത്തിന് അവൻ യേശുവിനെ നിർത്തി. അതാണ് അവൻ്റെ മഹത്വം. അവൻ പറയുന്നത് ചെയ്യാൻ പാകത്തിന് അവൻ യേശുവിനെ പിടിച്ച് മുമ്പിൽ നിർത്തി. അതാണ് അവൻ്റെ നന്മ. അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. അവൻ അന്ധനായിരുന്നു. അവൻ ഒരു മാർഗവും അവനറിയില്ല, ഒരു വഴിയും അവനറിയില്ല. അവൻ ഇരുട്ടാണ്. ഈ അന്ധത നമ്മിലുണ്ട്. ഒരു പക്ഷെ നമ്മിൽ പാപത്തിൻ്റെ അന്ധത, ഇരുട്ട് നമ്മിലുണ്ട്. ഒരു പക്ഷേ മറ്റുള്ളവരിലേക്ക് നോക്കി ജീവിക്കുന്ന വ്യക്തിയാണ് അവൻ. ഭിക്ഷക്കാരനാണ് അവൻ. മറ്റുള്ളവരിലേക്ക് നോക്കി ജീവിക്കുന്നവനാണ്. മറ്റുള്ളവർ കൊടുക്കുന്നത് കൊണ്ട് ജീവിക്കുന്നവനാണ് ആ ഭിക്ഷക്കാരൻ. പ്രിയപ്പെട്ടവർ, അവൻ വഴിയരികിലാണ്. അവൻ ഒറ്റപ്പെട്ടു പോയി. കുടുംബത്തിൽ നിന്ന് അവനെ ദൈവം നിർത്തിയിടങ്ങളിൽ നിന്നെല്ലാം പുറത്തു വന്നവനാണ്. സ്റ്റിൽ അവൻ്റെ ചങ്കിൻ്റെ അകത്ത് അവന് വീണ്ടും പ്രതീക്ഷയുടെ നാളം, പ്രത്യാശയുടെ കിരണം വരികയാണ്. അവൻ വിളിച്ചു, ദാവീദിൻ്റെ പുത്ര എന്ന്. ആ വിളിക്കപ്പുറം യേശു നിന്നു. പെട്ടെന്ന് യേശു നിന്നു. ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഓർക്കുക, യേശു നിന്നു. യേശു അവനോട് ചോദിച്ചു. യേശു അവനോട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവൻ്റെ വിളിക്ക് മുമ്പിൽ യേശു നിന്നു. അവൻ പറയുന്നത് ചെയ്യാൻ പാകത്തിന് യേശു റെഡിയാകുന്നു. യേശു ഇനി അവൻ പറയുന്നത് ചെയ്യും. നീ പറ, എന്ത് ചെയ്യണം ഞാൻ നിനക്ക് വേണ്ടി? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെട്ട കാഴ്ച, നമുക്ക് നഷ്ടപ്പെട്ട കൃപ, നമുക്ക് നഷ്ടപ്പെട്ട വിശുദ്ധി,
നമുക്ക് നഷ്ടപ്പെട്ട നന്മ, നമുക്ക് നഷ്ടപ്പെട്ട സ്നേഹം, നമുക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ ഇത് വീണ്ടും കിട്ടണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. ഈ ബർത്തിമേയുസ് എടുത്ത മാർഗം നമ്മൾ എടുക്കുക. യേശുവിനെ ഏകരക്ഷകനായിട്ട് ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. യേശുവിനെ ഏകരക്ഷകനായിട്ട് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ മുമ്പിൽ യേശുവിനെ ഞാൻ നിർത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. യേശു ഏകരക്ഷകനായി ഞാൻ ഏറ്റുപറയുക. നമുക്കൊരു നിമിഷം വിശുദ്ധ കുർബാനയിലേക്ക് കരങ്ങൾ നീട്ടാം. വിശുദ്ധ കുർബാനയിലേക്ക് കരങ്ങൾ നീട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പാപത്തിൻ്റെ അന്ധകാരത്തിൽ, ഇരുട്ടിൽ നമ്മൾ കഴിയുന്നു. മറ്റുള്ളവരിലേക്ക് നോക്കി എനിക്ക് എവിടെ നിന്ന് സഹായം വരും എന്ന് ചിന്തിച്ച് ഞാൻ കഴിയുന്നു. ഒരുപക്ഷെ ആ ബർത്തിമേയുസ് എന്ന ഭിക്ഷക്കാരൻ അങ്ങനെയാണ്. എവിടെ നിന്ന്, ഫ്രം വെയർ ഐ വിൽ ഗെറ്റ് ദ ഹെൽപ്പ്, ഇതായിരുന്നു അവൻ്റെ മനസ്സിലെ അവൻ്റെ നോട്ടം, അവൻ്റെ അന്വേഷണം മുഴുവനും. എന്നാൽ ഒറ്റ നിമിഷം അവൻ്റെ നോട്ടവും അവൻ്റെ അന്വേഷണവും മുഴുവനും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. പരലിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന അവൻ ഒരു വ്യക്തിയിലേക്ക് നോക്കി, യേശു എന്ന വ്യക്തിയിലേക്ക്, യേശു എന്ന രക്ഷയിലേക്ക് നോക്കി. പലരുടെ മുമ്പിലേക്ക്, പലരുടെ കയ്യിലേക്ക്, പലരുടെ പോക്കറ്റിലേക്ക്, പലരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നവൻ ഒറ്റ വ്യക്തിയിലേക്ക് നോക്കാൻ തുടങ്ങി, യേശു എന്ന വ്യക്തിയിലേക്ക്. യേശു എന്ന വ്യക്തിയിലേക്ക് അവൻ നോക്കാൻ തുടങ്ങിയപ്പോൾ, യേശു എന്ന വ്യക്തിയിലേക്ക് അവൻ നോക്കാൻ തുടങ്ങിയപ്പോൾ ആ യേശു അവൻ്റെ മുമ്പിൽ നിന്നു. ഇതാ പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ടു പോയവൻ, വഴിയിലായി പോയവൻ, ഇതാ അവൻ്റെ അടുത്തേക്ക് യേശു വരുന്നു. യേശു അവനെ അടുത്തേക്ക് വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇത് അതേ യേശു എന്നെ വിളിക്കുന്നു, അതേ യേശു നിന്നെ അടുത്ത് വരുന്നു, അതേ യേശു നിന്റെ മുമ്പിൽ വരുന്നു. ആ യേശുവെ എന്ന് വിളിച്ച് ഒരിക്കൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ആ ബർത്തിമേയുസ് വിളിച്ചതുപോലെ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളുടെ മുമ്പിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെ മുമ്പിൽ യേശു നിൽക്കട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, 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 യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. വചനമൊരിക്കൽ കൂടി, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ലോകത്തിൽ നിങ്ങൾക്ക് പ്രലോഭനമുണ്ടാകും. ലോകത്തിനുള്ളത് ഇതാണ്: കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിന്, ഇതെല്ലാം ലോകത്തിലുള്ളതാണ്. ഇതിൻ്റെ മേലെല്ലാമുള്ള വിജയം എന്നത് നമ്മുടെ വിശ്വാസമാണ്. ആരാണ് ഈ ലോകത്തെ കീഴടക്കുന്നത്? എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിക്കാൻ ഉള്ള സമയമാണ് നോയമ്പ് കാലം. വീണ്ടും ജനിക്കുക. നിക്കോദേമോസിനോട് യോഹന്നാൻ 3 നിക്കോദേമോസിനോട് ഈശോ പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. അപ്പോൾ നിക്കോദേമോസിൻ്റെ മാനുഷികമായ ചോദ്യം, നമ്മളും ചോദിക്കുന്ന യുക്തിഭദ്രമായ ലോജിക്കൽ ക്വസ്റ്റ്യൻ, പ്രായമായ മനുഷ്യന് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനിക്കുവാൻ സാധിക്കുമോ? എ ലോജിക്കൽ ക്വസ്റ്റ്യൻ. അതിന് ഈശോ കൊടുക്കുന്ന ഉത്തരം, എന്താ? വീണ്ടും ജനിക്കണം. അവൻ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ജനിച്ചു, ഇനി എങ്ങനെ ജനിക്കാൻ സാധിക്കും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഈശോ കൊടുക്കുന്നത്. ഈശോ പറഞ്ഞു, ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ ശരീരമാണ്. നമുക്ക് വീണ്ടും ജനിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. ആ ശരീരമാണ് വിശുദ്ധ കുർബാന. ആ ശരീരമാണ് യേശു. വീണ്ടും ജനിക്കണം, യേശുവിൽ ജനിക്കണം. യേശുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. യേശുവിൽ ജനിക്കണം. നിക്കോദേമോസ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എങ്ങനെ വീണ്ടും ജനിക്കും? അതിന് യേശു കൊടുത്ത ഉത്തരം യോഹന്നാൻ 6, ഇതാ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. വിശുദ്ധ കുർബാന വീണ്ടും ജനിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന ശരീരമാണ്.
പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ, എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്, എനിക്ക് വീഴ്ചകളുണ്ടാകുന്നു. പാപത്തിൻ്റെ സ്വാധീനം ആദം വഴി വന്നതും എൻ്റെ മാതാപിതാക്കളിലൂടെ എന്നിൽ വന്നതുമായ ബലഹീനതകളും കുറവുകളും, തലമുറകൾ വഴി വന്ന എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്നിലുണ്ട്. എന്നാൽ എനിക്ക് ഒരു ശരീരം വേണം, ഒട്ടും പാപമില്ലാത്ത, ഒട്ടും അശുദ്ധിയില്ലാത്ത, പൂർണ്ണ സ്നേഹം നിറഞ്ഞ ഒരു ശരീരം. ആ ശരീരത്തിൽ ഞാൻ ജനിക്കണം. അതാണ് ഈ വിശുദ്ധ കുർബാന. യേശുവിൽ ഞാൻ ജനിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് കാലഘട്ടം യേശുവിൽ ജനിക്കാനുള്ളതായിട്ട് നമുക്ക് മാറട്ടെ. യേശുവിൽ എനിക്ക് ജനിക്കാനുള്ളതാണ്. എനിക്ക് സ്നേഹത്തിൽ, വിശുദ്ധിയിൽ, കൃപയിൽ, നന്മയിൽ വീണ്ടും ജനിക്കാനുള്ളതാണ് ഈ നോയമ്പ് കാലം. ആ ജനിക്കാൻ ദൈവം എനിക്ക് വേണ്ടി, പിതാവായ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശരീരമാണ് വിശുദ്ധ കുർബാന. ഒരു പക്ഷേ അല്ലെങ്കിൽ യേശു എന്ന വ്യക്തി, യേശു എന്ന മനുഷ്യൻ, ആ മനുഷ്യനിൽ നിന്നാണ് ഞാൻ ജനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ജനനമാണ് വീണ്ടും ജനനം, ആത്മാവിലുള്ള ജനനം. അതാണ് നമ്മൾക്ക് വേണ്ടത്. ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ഉയർത്താം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. 1 യോഹന്നാൻ 5:4, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം. അതിനാൽ ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ വ്യക്തികളിലും വരട്ടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, എല്ലാവരും കുടുംബത്തെ സമർപ്പിച്ച് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസം ആഴപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലി ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മൾ വിശ്വാസമേറ്റു പറയുക, എനിക്ക് വേണ്ടി ജനിച്ചു, എനിക്ക് വേണ്ടി പീഡ സഹിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി വീണ്ടും വരും. ഇതാ ശരീരത്തിൻ്റെ ഉയർപ്പിൽ പരിശുദ്ധാത്മാവിൽ തിരുസഭയിൽ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ, 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 വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, രക്ഷകനീശോ നീ എന്നെ നയിച്ചിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, രക്ഷകനീശോ നീ എന്നെ നയിച്ചിടുക. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്തിൽ എന്നെ നിറയ്ക്കുന്ന പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ രക്ഷകനായ പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം 1 യോഹന്നാൻ 5:4, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം.